ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബീക്കറിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബ് കാണാൻ പറ്റുന്നില്ല. ഒബ്ജക്ട്സ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ലൈറ്റ് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വീഴുന്നു, ആ ലൈറ്റ് ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ വീഴുന്നു, ഈ ഇമേജിനെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒബ്ജക്ട്സിന് കളർ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ നമുക്കൊരു ഓറഞ്ച് റോൾ ഉണ്ട് അല്ലേ, ഇതിന് നമ്മൾ ഓറഞ്ചായി കാണുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വീഴുന്ന വൈറ്റ് ലൈറ്റിൽ എല്ലാ കളറും ഉണ്ട്, പക്ഷേ ഓറഞ്ച് അല്ലാത്ത ബാക്കി എല്ലാ കളറിനെയും ഈ ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഓറഞ്ച് ലൈറ്റ് മാത്രമാണ് നമ്മുടെ കണ്ണിൽ വരുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഓറഞ്ചായി കണ്ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഒപ്പേക്ക് ഒബ്ജക്ട്സിനെ കുറിച്ചാണ് അല്ലേ. ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പോകാൻ പറ്റുന്നില്ല. ഞാൻ റിഫ്ലക്റ്റ് ചെയ്തു, അബ്സോർബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി എൻ്റെ കയ്യിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഈ ടെസ്റ്റ് ട്യൂബ് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾക്ക് അറിയാലോ. ഈ ഒബ്ജക്ട്സിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പോവുക ചെയ്യുന്നത് അല്ലേ. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് അബ്സോർബോ റിഫ്ലക്റ്റഡോ ആവുന്നത്. എന്നാലും എനിക്ക് ടെസ്റ്റ് ട്യൂബിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ശരിക്കും എന്താ പറ്റുന്നത്? ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ മറുവശത്തുള്ള ഇമേജ് കുറച്ച് ഡിസ്റ്റോർട്ടഡ് അല്ലേ. അതായത് ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വെറുതെ പോകുന്നു എന്ന് പറയുമ്പോഴും ലൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം ഞാൻ ഓടുവാണെങ്കിൽ നിരപ്പായ റോഡിൽ കൂടെ ഓടുന്ന അത്രയും സുഖമായിട്ട് എനിക്ക് ചെളിയുള്ള റോഡിൽ കൂടെ ഓടാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? എൻ്റെ സ്പീഡ് കുറയും, കുറച്ചുകൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട്. അതേമാതിരി എയറിൽ കൂടെ വരുന്ന ലൈറ്റ് ഈ ടെസ്റ്റ് ട്യൂബിൽ എത്തുമ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. ലൈറ്റിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ ബെൻഡ് ചെയ്ത ലൈറ്റ്, നേരെ പോയ ലൈറ്റ് അല്ല നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ കാണുന്ന ഇമേജ് കുറച്ച് ഡിസ്റ്റോർട്ടഡാണ്. ഇനി ഇതിന് മറുവശത്ത് ഡിസ്റ്റോർട്ടഡ് ആയതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും അവിടെ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഡിസ്റ്റോർട്ടഡ് ആയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞത് ഈ ടെസ്റ്റ് ട്യൂബ് കാണുന്നത് ഈ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണല്ലേ. അപ്പോൾ ഈ ലൈറ്റിന് ഞാൻ ബെൻഡ് ചെയ്യാണ്ടിരുന്നാൽ ടെസ്റ്റ് ട്യൂബ് കാണാൻ പറ്റില്ലെന്നല്ല എൻ്റെ അർത്ഥം. ലൈറ്റ് ബെൻഡ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലൈറ്റ് ബെൻഡ് ചെയ്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ടെസ്റ്റ് ട്യൂബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സെയിം ആക്കണം. ടെസ്റ്റ് ട്യൂബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറ്റാനുള്ള കഴിവൊന്നും എനിക്കില്ല. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറ്റാനും എനിക്കറിയില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എയർ തന്നെ അങ്ങോട്ട് മാറ്റാം. എയർ മാറ്റിയിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയലാണ് വെക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് റിഫ്രാക്ഷൻ വെച്ചിട്ടൊരു അടിപൊളി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ടെസ്റ്റ് ട്യൂബിൽ ഞാൻ എടുത്തിരിക്കുന്ന ബേബി ഓയിലാണ്. അതേമാതിരി ഒരു ബീക്കറിലും ബേബി ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കും ബേബി ഓയിൽ ഞാൻ എന്തിനാണ് എടുത്തതെന്ന്. ബേബി ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് പഠിച്ചല്ലോ. ലൈറ്റ് ബെൻഡ് ആവുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് കാരണം. ബേബി ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം എന്താ എൻ്റെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അത്രയും തന്നെയാണ്. അപ്പോൾ എന്താ പറ്റുക? നമ്മൾ പറഞ്ഞു ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിയാൽ ലൈറ്റ് ബെൻഡ് ആവുന്നു. ബേബി ഓയിലിനും ഇതിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ലൈറ്റ് ബെൻഡ് ആവില്ല. അപ്പോൾ നമുക്ക് എന്താ പറ്റാമെന്ന് ചെയ്ത് നോക്കാം. ബേബി ഓയിലുള്ള ടെസ്റ്റ് ട്യൂബ് ഞാൻ ബേബി ഓയിലിലേക്ക് തന്നെ ഇറക്കി വെക്കാൻ പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബീക്കറിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് മേളിലത്തെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ചുറ്റും എയറാണ്. എയറിന്ന് ബേബി ഓയിലിലേക്ക് വരുമ്പോൾ ലൈറ്റ് ബെൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മേളിലത്തെ ഭാഗം കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ബേബി ഓയിൽ നിറച്ചൊരു ടെസ്റ്റ് ട്യൂബിനെ ബേബി ഓയിൽ തന്നെ നിറച്ചൊരു ബീക്കറിൽ മുക്കി വെക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബിനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? ടെസ്റ്റ് ട്യൂബിൻ്റെയും ബേബി ഓയിലിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിമാണ്. അപ്പോൾ എന്ത് പറ്റും? ലൈറ്റ് ബെൻഡ് ആവുന്നില്ല, റിഫ്രാക്ഷൻ ഇല്ലാത്തത് കാരണം. അപ്പോൾ നമ്മുടെ കണ്ണും ബ്രെയിനൊക്കെ വിചാരിക്കും അവിടെ ടെസ്റ്റ് ട്യൂബ് ഇല്ല എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് റിഫ്രാക്ഷൻ വെച്ചിട്ട് ഇൻവിസിബിലിറ്റി അറ്റൈൻ ചെയ്തു. അതായത് കൺമുന്നിൽ തന്നെ അപ്രത്യക്ഷമാവാനുള്ള കഴിവ്.